നമസ്കാരം. മറുനാടും മലനാടും എല്ലാവർക്കും സ്വാഗതം. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ യേശുദേവൻ്റെ പീഡനയാത്രയും അതിനുശേഷമുള്ള ജീവത്യാഗവും മൂന്നാം നാളുള്ള ഉയർത്തെഴുന്നേൽപ്പുമൊക്കെ ഓർക്കുകയും ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഈ ദിനങ്ങളിൽ എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്ന് നമുക്ക് ആദ്യം അജ്മാനിലെ യുവ ബിസിനസ് സംരംഭകനായ ഇന്നവേറ്റീവായിട്ടുള്ള പ്രോഡക്റ്റുകൾ അവതരിപ്പിക്കുന്ന ശ്രീ ദിലീപ് കുമാർ പാലിയത്തിനെ പരിചയപ്പെടാം. നൂതന ആശയങ്ങളുമായി ബിസിനസ് രംഗത്തെത്തി പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ശ്രീ ദിലീപ്. സാധാരണ ബിസിനസ്സുകാരിൽ നിന്നും വ്യത്യസ്തനായി വേറിട്ട വഴികളിലൂടെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ യാത്ര. ആ യാത്ര നിരർത്ഥകമായില്ല. സിറ്റി ടെലികമ്മ്യൂണിക്കേഷൻ എന്ന കമ്പനിയുടെയും സെൽ 7 ഓഡിയോ വിഷ്വൽ എക്യുപ്മെന്റ് കമ്പനിയുടെയും ഉടമയാണ് ഇന്ന് ദിലീപ്. വളാഞ്ചേരി സ്വദേശിയാണ് ഇദ്ദേഹം. വിദ്യാഭ്യാസത്തിനു ശേഷം 1993 ദുബായിയിലെത്തുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എൻ്റെ കുറേ അങ്കിൾസും റിലേറ്റീവ്സും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇവിടെ സെറ്റിൽഡായിരുന്നു. അപ്പോൾ ആ സമയത്ത് അങ്ങനെ അവരുടെ ഒരു ഓഫറിൽ അങ്ങനെ നാട്ടിലധികം ജോലിയൊന്നും നോക്കിയിട്ടില്ല. നേരെ ഇങ്ങോട്ട് പോരുക തന്നെയാണ് ചെയ്തത്. ആദ്യം ഒരു ഹോട്ടലിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമറായി ജോലി നോക്കി. അതുകഴിഞ്ഞ് മറ്റൊരു കമ്പനിയിൽ കമ്പ്യൂട്ടർ ഫീൽഡിൽ തന്നെ പ്രവർത്തിച്ചു. പുതിയ 100 ആശയങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ദിലീപിന് സ്വന്തം ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ സ്വന്തം കമ്പനി തന്നെ രൂപീകരിക്കേണ്ടി വന്നു. അങ്ങനെയാണ് 2003 സിറ്റി ടെലികമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുന്നത്. ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തു 2003. അതേ സമയത്ത് തന്നെ 2010 ഞാൻ വേറൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ദുബായിൽ. അത് ഓഡിയോ വിഷ്വൽ എക്യുപ്മെൻറ്റ് റെൻ്റലായിട്ട്. അപ്പോൾ ഇത് രണ്ടും ഒരു പ്രോപ്പർ റണ്ണിങ് ആയപ്പോഴാണ് ഞാൻ കംപ്ലീറ്റ് ജോബിൽ നിന്ന് മാറിയിട്ട് ബിസിനസ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. 2010 ആരംഭിച്ചതാണ് സെൽ 7 ഓഡിയോ വിഷ്വൽ എക്യുപ്മെന്റ് കമ്പനി. ഇവിടെ കൂടുതലായും എക്യുപ്മെന്റ്സ് റെന്റലായി നൽകുന്നു. ഹോട്ടലുകൾ, ഈവന്റ് മാനേജ്മെന്റ് കമ്പനികൾ എന്നിവരാണ് പ്രധാന ക്ലയന്റുകൾ. പുതിയ ടെക്നോളജിയെ വളരെ ആവേശത്തോടെ സ്വീകരിക്കുന്ന പ്രകൃതമാണ് ദിലീപിൻ്റേത്. ടെക്നോളജിയെ അടുത്തറിയാൻ എന്നും ഇദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ ടെക്നോളജി തന്നെയായിരുന്നു. ഐ വാസ് സ്ട്രോങ് ഇൻ ടെക്നോളജി. അപ്പോൾ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഇൻട്രാക്റ്റീവ് വോയിസ് റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ മിഡിൽ ഈസ്റ്റിലേ ഉണ്ടായിരുന്നില്ല. അത് കൂടുതലുണ്ടായിരുന്ന കാനഡ, അമേരിക്ക അവിടെയായിരുന്നു. പിന്നെ നമ്മളതിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ കമ്പനി തന്നെ ഇറ്റലിയിൽ പറഞ്ഞേച്ചാൽ അവിടെയുള്ള ഇറ്റലിയിലുള്ള ഒരു കമ്പനി ട്രെയിനിങ് തന്നു. അങ്ങനെയാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ടെക്നോളജിക്കലി വെരി സ്ട്രോങ് ആണെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു ആദ്യം മുതൽ. ജംബോ ടാബ് എന്ന ഈ പ്രോഡക്റ്റ് ദിലീപിൻ്റെ കമ്പനിയുടെ നൂതന ആശയമാണ്. ദിസ് ഈസ് എ വെരി ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ്. നമ്മളിത് ഇവിടെ ഇൻ ഹൗസ് തന്നെ ഡെവലപ്പ് ചെയ്തതാണ്. ഇത് ഒരു നോർമൽ 4-inch ഫോൺ, ആൻഡ്രോയിഡ് ഫോൺ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ വർക്ക് ചെയ്യും. അതിന് ഇതൊരു സ്ട്രെച്ച്ഡ് യൂണിറ്റാണ്. ഇത് ഇപ്പോൾ ഒരു 55-inch ടാബാണ്. സോ ദിസ് ഇസ് ആൻഡ്രോയിഡ് തന്നെയാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇറ്റ് ക്യാൻ വർക്ക് ആസ് എ നോർമൽ ആൻഡ്രോയിഡ് ടാബ്. It supports all the applications which is available on the Android. See here, this is the selfie, and if you look here, 3, 2, 1, it says look to the camera, and it take the snap. അത് കഴിഞ്ഞിട്ട് അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മൊബൈലിലേക്കോ അല്ലെങ്കിൽ ഇമെയിലിലേക്കോ ഏത് വേണമെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റും. സോ ദിസ് കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻസ് ഇത് കൂടുതൽ ഉപയോഗിച്ച് വരുന്നത് അഡ്വർടൈസ്മെൻറ്റ്സ്, എക്സിബിഷൻസ്, ഇൻട്രാക്റ്റീവ് അഡ്വർടൈസ്മെൻറ്റ്സ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൂടുതൽ സെൻസേഴ്സ് വയ്ക്കാൻ പറ്റും. സോ ആരും ഇവിടെ ഇല്ലാത്ത സമയത്ത് ഒരു വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റും, അഡ്വർടൈസ്മെൻറ്റ് വീഡിയോസ് പ്ലേ ചെയ്യാൻ പറ്റും. ആരെങ്കിലും അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ഡിറ്റക്റ്റ് ചെയ്യും. അപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ട് ഇൻട്രാക്റ്റീവ് സ്ക്രീൻ കൊണ്ടുവരും. ദിസ് ഇസ് എൻ എൻറ്റയർ ടാബ്. ഒരു ടാബിലോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിലോ എന്തൊക്കെ വർക്ക് ചെയ്യുമോ ആ എല്ലാ ആപ്ലിക്കേഷൻസ് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും. പ്ലസ് അഡീഷണലി ഇറ്റ്സ് ഗുഡ് ടു ഡെമോൺസ്ട്രേറ്റ്. ഫോർ എക്സാമ്പിൾ, some of the banks are promoting more mobile usage now. പക്ഷേ മൊബൈലിൽ അവർക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ല.
അവർ ഇപ്പോഴും ട്രെയിനിങ് മൊബൈൽ ആപ്ലിക്കേഷൻ ട്രെയിൻ ചെയ്യുന്നത് ഇപ്പോഴും ലാപ്ടോപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിന് അതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടുന്നില്ല. സോ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ അവർ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ആ മൊബൈൽ എൻവയോൺമെൻറ്റിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് എ വെരി യൂസ്ഫുൾ പ്രോഡക്റ്റ്. ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട് ഇതിനെ പറ്റിയിട്ട്. ടെക്നിക്കൽ എക്സ്പീരിയൻസ് മാത്രമായിരുന്നു ആദ്യമായി ബിസിനസ് രംഗത്തേക്ക് കടന്നപ്പോൾ ദിലീപിന് കൈമുതലായി ഉണ്ടായിരുന്നത്. പിന്നെ ആത്മവിശ്വാസവും ടെക്നോളജി എന്ന പ്രചോദനവും. GoPC നമ്മൾ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്തൊരു ബ്രാൻഡാണ്. സോ ഇത് ഒരു ആക്ച്വലി ഇറ്റ്സ് എ CPU, ഒരു കമ്പ്യൂട്ടർ തന്നെയാണിത്. ഇതിന് ഏതെങ്കിലും ഒരു മോണിറ്ററിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു കമ്പ്യൂട്ടറായിട്ട് വർക്ക് ചെയ്യും. ഒന്നുകിൽ ഇതിന് TV-യിലേക്ക് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മോണിറ്ററിൽ, അല്ലെങ്കിൽ ഒരു പ്രൊജക്ടറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു Windows 10 ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറാണ്. ഇതിപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ജൈടെക്സിൽ നമ്മൾ ലോഞ്ച് ചെയ്തത് മൈക്രോസോഫ്റ്റ് സ്റ്റോളിൽ. നൗ വി ആർ ഗെറ്റിംഗ് വെരി ഗുഡ് റെസ്പോൺസ് ഓൺ ദിസ്. ഇത് വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്. ഇതിന് ഈവൻ ഇപ്പോൾ ഇൻറ്റലിൻ്റെ തന്നെ ഒരു പുതിയ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, മൊബൈൽ ബേസ്ഡ് കീബോർഡ്സ്. അതും കൂടെ യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ തന്നെ ഒരു കീബോർഡായിട്ട് വർക്ക് ചെയ്യും. സോ ഇതിന് അഡീഷണൽ കീബോർഡോ വേറെ മൗസിൻ്റെയോ ആവശ്യമില്ല. അതല്ല, ഇഫ് യു വാണ്ട് നിങ്ങൾക്ക് ഒരു അഡീഷണൽ വയർലെസ് കീബോർഡ് മൗസ് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ വൈഫൈ ഓൾറെഡി ബിൽറ്റ് ഇൻ ആണ്, ബ്ലൂടൂത്ത് ഉണ്ട്, ആൻഡ് ഇറ്റ് ഗോട്ട് എ സ്റ്റോറേജ് 32 GB സ്റ്റോറേജ് ഉണ്ട്. പ്ലസ് 1 ഡ്രൈവ് ഉണ്ട്, മൈക്രോസോഫ്റ്റിൻ്റെ 1 ഡ്രൈവ്. ദാറ്റ് ഈസ് എ ക്ലൗഡ് ബേസ്ഡ് സ്റ്റോറേജ്. എത്ര വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. 2008 സാമ്പത്തിക മാന്ദ്യം ലോക ബിസിനസ് രംഗത്തെ ആടി ഉലച്ചപ്പോൾ അതിനെ നേട്ടമാക്കി മാറ്റുകയായിരുന്നു ദിലീപ്. സിറ്റി കമ്മ്യൂണിക്കേഷൻ ആ സാമ്പത്തിക മാന്ദ്യത്തിൽ അമ്പരപ്പിക്കുന്ന വളർച്ച നേടി. റിസെഷൻ വന്നപ്പോൾ വലിയ വലിയ കമ്പനികളൊക്കെ കഴിയുന്നതും അവരുടെ മെയിൻ സ്ട്രീം മീഡിയ ബഡ്ജറ്റ് ഷോട്ട് ഡൗൺ ചെയ്തു. അങ്ങനെ കട്ട് ഡൗൺ ചെയ്ത ബഡ്ജറ്റൊക്കെ സപ്ലിമെൻ്ററി മീഡിയയ്ക്ക് വരാൻ തുടങ്ങിയപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഹെൽപ്ഫുള്ളായി. ഡിജിറ്റൽ മീഡിയ, ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റിലേക്ക് മാറി ചിന്തിക്കാൻ തുടങ്ങി കമ്പനികൾ. ഇപ്പോൾ അഗെയിൻ അത് കഴിഞ്ഞ് അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായി. അതിൻ്റെ ബെനിഫിറ്റ് കമ്പനികൾക്ക് മനസ്സിലായപ്പോൾ ഇപ്പോൾ ഒരു മെയിൻ സ്ട്രീം മീഡിയ ബഡ്ജറ്റിംഗ് പോലെ തന്നെ ഒരു സപ്ലിമെൻ്ററി മീഡിയ ബഡ്ജറ്റിംഗ് എപ്പോഴും ഉണ്ട്. ഡിജിറ്റൽ മീഡിയ ബഡ്ജറ്റിങ്ങും മൊബൈൽ മാർക്കറ്റിങ്ങും എല്ലാം ഇപ്പോഴും എല്ലാ കമ്പനികളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ സ്കോപ്പ് ഈസ് ഇൻക്രീസിങ്. പേയ്മെന്റ് സൊല്യൂഷൻ എന്ന പുതിയ ബിസിനസ് സംരംഭത്തെക്കുറിച്ച് ദിലീപിന് വളരെ പ്രതീക്ഷയാണുള്ളത്. ഇ കൊമേഴ്സിന്റെ സാധ്യതകൾ വലുതാണെന്നും മൊബൈലിലൂടെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം സാമ്പത്തിക കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുമെന്നും ദിലീപ് പറയുന്നു. ആൾക്കാർക്ക് സെക്യൂറായിട്ട് ഓൺലൈൻ പേയ്മെൻറ്റ്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അതായത് നിങ്ങളുടെ മൊബൈലിൽ തന്നെ യു ക്യാൻ ക്രിയേറ്റ് എ ഇൻസ്റ്റൻറ്റ് കാർഡ് ഫോർ പേയ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ ഒരു ഇ കൊമേഴ്സ് സൈറ്റിൽ പോയിട്ട് ഇഫ് യു വോണ്ട് ടു ബൈ എ സ്മോൾ എമൗണ്ട്, ഫോർ എക്സാമ്പിൾ ഒരു $100 ഒരു പ്രോഡക്റ്റ് വാങ്ങണം, ആൻഡ് നിങ്ങളുടെ കാർഡിൻ്റെ ലിമിറ്റ് ചിലപ്പോൾ ഒരു $50,000 ആയിരിക്കും. അപ്പോൾ ഈ $50,000 കാർഡ് ഇ കൊമേഴ്സിൽ യൂസ് ചെയ്യുമ്പോൾ ദർ ഇസ് എ റിസ്ക് ഓൾവേസ്. ഇഫ് എനിബഡി സ്നിഫ് ഇറ്റ്, അത് കോംപ്രമൈസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അതിന് പകരം ഈ 50,000 കാർഡിൻ്റെ ഒരു സപ്ലിമെൻ്ററി ആയിട്ട് മൊബൈലിൽ തന്നെ യു ക്യാൻ ക്രിയേറ്റ് ഒരു പുതിയൊരു $100 കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ കാർഡിൻ്റെ നമ്പർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. ഇതിനെ നമ്മൾ വിളിക്കുന്നത് VC കണക്ട് എന്നാണ് പറയുന്നത്. VC കണക്ട് സ്റ്റാൻഡ്സ് ഫോർ വെർച്വൽ കാർഡ് കണക്ട്. ബിസിനസ് രംഗം കടുത്തതാണെന്നും അത് വെല്ലുവിളികളുടേതാണെന്നുമാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം മറിച്ചാണ്. ബിസിനസ് ഈസിയാണെന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അത് ഈസിയാക്കാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണെന്ന് ഇദ്ദേഹം പറയുന്നു. ബിസിനസ് ഇസ് നോട്ട് ദാറ്റ് ടഫ്. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു ടഫായിട്ടല്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ടീം ഉണ്ടായിരിക്കണം. നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മളുടെ അതേ വേവ് ലെങ്ത്തിൽ ചിന്തിക്കുന്ന ഒരു ടീം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഉണ്ടെങ്കിൽ ദർ ഇസ് നോ ഡിഫിക്കൽട്ടീസ് ഇൻ ബിസിനസ്. സെക്കൻഡ് ഇസ് ദാറ്റ് ഡെഡിക്കേഷൻ ആവശ്യമാണ്. ഹാർഡ് വർക്കിംഗ് എന്ന് ഞാൻ പറയില്ല, ബട്ട് സ്മാർട്ട് വർക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മളൊരു 12 മണിക്കൂർ 14 മണിക്കൂർ വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 6 മണിക്കൂർ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ അച്ചീവ് ബെറ്റർ റിസൾട്ട്. സോ ഇറ്റ്സ് മോർ ഓഫ്
smart working, team working, and how much you enjoy the business, enjoy the line. ഇദ്ദേഹത്തിന് ബിസിനസ് ഒരു പാഷനാണ്. ബിസിനസ്മാൻ എന്ന നിലയിൽ പൂർണ്ണ സംതൃപ്തിയുമുണ്ട്. ഞാൻ ഈ ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകളും മോർ ഓവർ ഇറ്റ്സ് എ പാഷൻ ഫോർ മീ. ഇത് വെറും ഒരു ബിസിനസ് എന്നുള്ള മാത്രമല്ല, ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ടെക്നോളജി. സോ ആ ടെക്നോളജിക്കലി പുതിയ പുതിയ പ്രോഡക്ട്സ് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു എൻ്റെ അംബീഷൻ ആദ്യം മുതൽ. സോ ദാറ്റ് ഈസ് സാറ്റിസ്ഫൈങ് ഹിയർ ഇൻ ദിസ് ബിസിനസ്. ആൻഡ് കൊമേഴ്സ്യൽ വൈസ് നമ്മുടെ എന്താ പറയുക, ബിസിനസ്സിൻ്റെ കൊമേഴ്സ്യൽ സൈഡാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ബാഡ്, തരക്കേടില്ലാണ്ട് പോകുന്നുണ്ട്. തൻ്റെ കോവർക്കേഴ്സിനെ കുറിച്ചും തൻ്റെ പാർട്ട്ണർ റോഹനെക്കുറിച്ചും ഇദ്ദേഹത്തിന് പറയാനുള്ളത് ഇതാണ്. Rohan, he is also an Indian, but now he is moved into Portuguese nationality. But basically he is from Goa. We've been doing all this business, ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് നമ്മളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ ബിസിനസ്സുകളും. പുള്ളിയും ഇതുപോലെ വളരെ ഡെഡിക്കേറ്റഡ് ആണ്. കമ്മിങ് ഫ്രം ദ ഒരേ ഇൻഡസ്ട്രിയൽ വേവ് ലെങ്ത് എന്നാണ് ഞങ്ങൾ രണ്ടുപേരും വരുന്നത്. പക്ഷേ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ he is more from marketing and I am more from technical side. So അത് കോംപ്ലിമെൻ്റ് ചെയ്തു നല്ലോണം. പിന്നെ ഞങ്ങളുടെ ഓഫീസിലുള്ള വൈസ് പ്രസിഡൻറ്റ് ഓഫ് ടെക്നോളജി, he is a Pakistani person, but I know him for the last 18 years and he is a very good professional. അതുപോലെ തന്നെ then I have some programmers. I have few programmers from Filipino. ഗ്രാഫിക് ഡിസൈനർ ഇസ് എൻ അമേസിങ് പേഴ്സൺ. മലയാളിയാണ്, തൃശ്ശൂരാണ് വീട്. പിന്നെ മാർക്കറ്റിംഗ് കോർഡിനേറ്റ്സ്, അങ്ങനെ ഓരോരുത്തരും പറയുകയാണെങ്കിൽ ഐ മീൻ വി ഗോട്ട് ജെം ഓഫ് ദി ടീം. കേരളം വലിയ ഇഷ്ടമുള്ള നാടാണ് ദിലീപിന്. 2 മാസം കൂടുമ്പോൾ നാട്ടിൽ വരാറുമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഡിസംബർ കംപ്ലീറ്റ് ഞാൻ നാട്ടിലുണ്ടായിരുന്നു. അത് കുറച്ചൊരു വാസ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, കാരണം ഐ ലോസ്റ്റ് മൈ ഡാഡ് ഇൻ December 15th. സോ അങ്ങനെ ഒരു മാസം ഞാൻ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നാട്ടിൽ വരാറുണ്ട്. നാട്ടിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും സന്തോഷമുള്ള കാര്യം വേറെ ഇല്ല. കോഴിക്കോട് സ്വദേശിനി സീമയാണ് ദിലീപിൻ്റെ ഭാര്യ. 2 മക്കൾ. മൂത്ത ആള് ഇപ്പോൾ 8ലേക്ക് ആവും, രണ്ടാമത്തെ ആള് 5ലേക്ക് ആവും. വൈഫ് സീമ, ഷീ ഈസ് ഓൾവേസ് ഹെൽപ്പിംഗ് മീ ഇൻ ദ ബിസിനസ് സൈഡ്, പ്ലസ് ഷീ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ദ കിഡ്സ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ജോലിയൊന്നും നോക്കിയിട്ടില്ല. ഇവിടെ വന്നിട്ട് നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ആദ്യം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഷീ ഈസ് ബേസിക്കലി ലോയർ. വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച് ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിയുടെ അനന്ത സാധ്യതകൾ ദീർഘവീക്ഷണത്തോടെ മനസ്സിലാക്കി അത് ബിസിനസ് രംഗത്ത് വിജയമാക്കി തീർക്കുക എന്നത് കഠിനമായ കാര്യമാണ്. ഈ കഠിന പരിസ്ഥിതിയെ നേരിട്ട് വിജയകിരീടം ചൂടിയ ഈ മറുനാടൻ മലയാളി നമുക്ക് മാതൃകാപുരുഷനാണ്.